ഹലോ, ഗുരുവായൂരിലെ ആനക്കോട്ടയിലെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇത് ആന നടക്കുന്നുണ്ട്, അവൻ്റെ പിന്നാലെയാണ് നമ്മളിപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. ആനക്കോട്ടയ്ക്ക് നമ്മൾ ഒന്നുകൂടെ ഒരു വീഡിയോ എടുക്കാൻ വന്ന്. അപ്പോൾ ഒരു ആന കുളിക്കുന്നതാണ് വെള്ളം കൊടുക്കുമ്പോൾ. അവിടേക്ക് സൂം ചെഞ്ഞിട്ടാണ് എടുക്കുന്നത്. അവിടേക്ക് പോയിട്ട് നമുക്ക് ആനയെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കുറേ ആനക്കോട്ടയിൽ പണി നടക്കുന്നുണ്ട്. ഇവിടെ വേറൊരു ആന കുളിപ്പിക്കാനെൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട്. നടപ്പിച്ചിട്ട് കൊണ്ടുവന്ന് തിരിയാൻ പറഞ്ഞൊന്ന് തിരിയുന്നുണ്ട്. മത്താല അവിടെ കുളിക്കുന്നുണ്ട്, നല്ല കുളിക്കുന്നുണ്ട്. നേരത്തെ വന്നാൽ ആന കുളിക്കുന്ന സീൻ കുറേ വീഡിയോ എടുക്കാം. കുറച്ച് വൈകിപ്പോയി. ആനപ്പിണ്ടമൊക്കെ എടുത്തിട്ട് ഒരാൾ വരുന്നത്. ഇവിടെയാണ് നമ്മുടെ നന്ദിനി ആന. ഇവിടെയാണ് ഉണ്ടായിരുന്നത്. നന്ദിനി ആന 65 വയസ്സായിരുന്നു. അവരിപ്പോൾ 3-4 ദിവസത്തിന് മുമ്പ് ചെരിഞ്ഞു. അവർക്ക് വേണ്ടിയാണ് ഇതെല്ലാം. ഇപ്പോൾ അവരില്ലാത്ത കൊണ്ട് കണ്ട എല്ലാം വേറൊരു ആനയ്ക്കുള്ള സ്ഥാനം ഇപ്പോൾ ഇവിടെ വരും. ആനക്കൊട്ടിലെ നായോലൊക്കെ ഉണ്ട്. ഇത് വലിയൊരു ആനയാണ് അവിടെ കുളിക്കുന്നത്. വലിയൊരു ആന. ഓയ്, പേടി വരുന്നു. ഒരു ആന ഇവിടെ വരുന്നുണ്ട്. നമ്മളൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. നേരത്തെ വന്ന ഇങ്ങനെ ആനക്കോട്ടയിൽ ആനയിലെല്ലാം ഇങ്ങനെ കൊണ്ടു നടക്കുന്നതാണ്. ഇങ്ങനെ വന്നാലും നമ്മൾ ഇത്തിരി സൈഡായി. ആനകളുടെ സ്വഭാവം നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ട ഇങ്ങനെ നേരത്തെ ആനകളെ കുറച്ച് നടപ്പിക്കും. നേരത്തെ നമ്മൾ വന്നെങ്കിൽ നല്ല നല്ല വീഡിയോ ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇവനെങ്ങോട്ടാ പോകുന്നുണ്ട് നോക്കട്ടെ. ചങ്ങലയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. വലിയ ചങ്ങല. ഇത് ആനയെ കൊണ്ടുപോകാനല്ല, ആന വേസ്റ്റൊക്കെ കൊണ്ടുപോകും. ഇതിൻ്റെ പേര് എന്താ പേരെന്താ അറിയില്ല. ദേവിയുടെ തോന്നുന്നു. ദേവി ആന. ആനക്കോട്ടയിലെ മത്സരത്തിലെ ദേവസ്വത്തിലെ മത്സരത്തിലെ ഈ ആന മത്സരിച്ചുണ്ട്. ഇത് ആനയിൽ കൊണ്ടുപോകുന്നൊരു ഇതാണ്. ഇവിടുത്തെ ആനയിൽ കൊണ്ടുപോകാനുള്ള ഒരു വാഹനമാണ് കാണുന്നത്. ആന അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. കണ്ട അവിടെയുള്ള ആനയിലൊക്കെ നമുക്ക് അങ്ങോട്ട് പോയി കാണാൻ പറ്റുന്നില്ല. ഏതൊരു ആനയെ കൊണ്ടുപോകാനാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഏത് ആനേൻ്റെ അറിയില്ല.